ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। अभयम सत्व सत्व संशुद्धि संशुद्धि ज्ञान ज्ञान योग योग व्यवस्थिति दानम मा च च यज्ञ यज्ञ च च स्वाध्याय स्वाध्याय तपो तप आर्जवम आर्जवम्। श्री श्री भगवानुवाच अभयं अभयम सत्त्व संशुद्धेर् सत्व ज्ञानयोगाव्यवस्थितिः दानं दमश्च यज्ञश्च स्वाध्यायस्तप आर्जवम्। श्रीभगवानुवाच अभयं सत्त्व संशुद्धेर् ज्ञानयोगाव्यवस्थितिः दानं दमश्च यज्ञश्च स्वाध्यायस्तप आर्जवम्। अहिंसा सत्यम सत्यं अक्रोध क्रोध त्याग त्याग शांति शांति अपैशन अपैशुनम दया दया भूतेषु भूतेषु अलोलुप्तम अलोचन मार्दव मार्दवम ह्रीः ह्री अचापलम अचापतम अहिंसा अहिंसा सत्यमक्रोध त्याग शांतिरपैशुनम दया भूतेषु अलोलुप्तम मार्दवम क्षीरचापलम अहिंसा सत्यमक्रोध त्याग शांतिरपैशुनम दया भूतेषु अलोलुप्तम मार्दवम क्षीरचापलम तेजा तेजा क्षमा क्षमा धृति हृदि शौचम शौचम अद्रोहो मत्तो अभिमानिता न अभिमानिता भवन्ति भवे सम्पदं संपदम दैवी देवी अभिजातं अभिजातस्य भारत तेजक्षमाधुरी शौचम मद्रोहो नाभिमानिता भवन्ति सम्पदं देवी अभिजातस्य भारत तेजक्षमाधुरी शौचम मद्रोहो नाभिमानिता भवन्ति वन्दे सम्पदं देवी
പ്രധാന പദാർത്ഥം ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, അഭയം വൈരാഗ്യം ഭയമില്ലായ്മ, സത്വം സംശുദ്ധി ജീവിതശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി ജ്ഞാനയോഗത്തിൽ നിഷ്ഠ, ധാനം ധാനം ധമ മനോനിയന്ത്രണം, യജ്ഞശ യജ്ഞവും, സ്വാധ്യായ ശാസ്ത്രാധ്യായനം വേദപഠനം, തപ തപസ്, ആർജവം ലാളിത്യം, അഹിംസ അഹിംസ, സത്യം സത്യം, അക്രോധ ക്രോധരാഹിത്യം കോപമില്ലായ്മ, ത്യാഗ ത്യാഗശീലം, ശാന്തി ശാന്തി, അപരിശീലനം നിന്ദാവർജനം, ഭൂതേഷു ജീവികളിൽ ഭയ ദയ, അലോലുപ്തം ദുരാഗ്രഹമില്ലായ്മ, മാർഗവം മൃദുലത, സ്ത്രീ അകാല പ്രവൃത്തിയിൽ ലജ്ജ, അജാപരം ചാപുത സ്ഥിരത, തേജ തേജസ് ശക്തി, ക്ഷമ ക്ഷമ ധൃതി ധൈര്യം, ശൗചം വിശുദ്ധി, അദ്രോഹ ദ്രോഹമില്ലായ്മ, ന അതിമാനിത തന്നെ എല്ലാവരും മാനിക്കണമെന്ന വിചാരമില്ലായ്മ, ഭാരത ഹേ ഭാരത ഏതാനി ഇവയെല്ലാം ദൈവീ സമ്പദം ദൈവീക ഗുണത്തോടെ അഭിജാതസ്യ ജനിച്ചവനെ ഭവന്തി ഭവിക്കുന്നു. വിവർത്തനം. ഭരണവിവാഹമർഷൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാന നിഷ്ഠ, ദാനം ആത്മനിയന്ത്രണം, യജ്ഞം വേദപഠനം, തപസ് ലാളിത്യം അഹിംസ, സത്യം ക്രോധമില്ലായ്മ, ത്യാഗം ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം സ്ഥിരനിശ്ചയം, തേജസ് ക്ഷമ ധൈര്യം, ശൗച്യം അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ച ഇല്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. ഭാവാർത്ഥം. ഭക്തിവേദാന്തസ്വാമി ശ്രീരാമ മഹാരാജ് ജയഹോ. 15ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന അറിയാൻ വൃക്ഷത്തെ പറ്റി വിവരിച്ചല്ലോ. അവിടെ ജീവാത്മാക്കളുടെ പുണ്യ പാപകർമ്മങ്ങളെ ആ അറിയാൻ വൃക്ഷത്തിന്റെ വേരുകൾ എന്ന് പറഞ്ഞു. 9ാം അധ്യായത്തിലും ദേവന്മാരെയും നിരീശ്വരരായ അസുരന്മാരെയും കുറിച്ച് വിവരിക്കുന്നു. വൈദിക സിദ്ധാന്ത പ്രകാരം സാത്വിക കർമ്മങ്ങൾ മോക്ഷ പന്ഥാവിലൂടെയുള്ള മുന്നേറ്റത്തെ സഹായിക്കുന്നതിനാൽ അവ ദൈവിക പ്രകൃതിയുള്ളവ എന്നറിയപ്പെടുന്നു. ആധ്യാത്മിക സ്വഭാവമുള്ളവർ അഥവാ ദിവ്യപ്രകൃതി സ്ഥിതി ചെയ്തു പോരുന്നവർ മുക്തിമാർഗത്തിൽ മുന്നോട്ട് നീങ്ങും. രജസ്തമോ ഗുണങ്ങളുടെ പ്രേരണയ്ക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നവരാകട്ടെ അവർക്കാകട്ടെ മുക്തി നേടാനാവില്ല. ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നുകിൽ മനുഷ്യരായി തന്നെ അവർ ജീവിതം നയിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളായോ അതിലും താഴെയുള്ള ജീവികളായോ പിറന്നു എന്നും വരാം. ദൈവിക പ്രകൃതിയെയും അതിനനുയോജ്യങ്ങളായ സ്വഭാവ വിശേഷങ്ങളെയും അതോടൊപ്പം ആസുപ്രകൃതിയെയും സ്വഭാവങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഈ 16ാം അധ്യായം വിവരിക്കുന്നു. ദിവ്യഗുണജാതരായവരെ പറ്റി അഥവാ ദൈവിക പ്രാണതിയുള്ളവരെ പറ്റി പറയുമ്പോൾ അഭിജാതസ്യ എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധേയമാണ്. ദൈവികതയാകുന്ന ചുറ്റുപാടുകളിൽ സന്താനോത്പാദനം നടത്തുന്നതിനെയാണ് വൈദിക ഗ്രന്ഥങ്ങൾ ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. ദൈവിക ഗുണങ്ങളോട് കൂടിയ പുത്രൻ ജനിക്കണമെങ്കിൽ അച്ഛനമ്മമാർ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുവന്ന 10 നിയമങ്ങൾ അനുസരിക്കുക. മുമ്പ് തന്നെ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്സന്താന ലാഭത്തിനായുള്ള ലൈംഗിക ജീവിതം ശ്രീകൃഷ്ണൻ തന്നെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷ്ണബോധം പൂർവ്വം അനുഷ്ഠിക്കപ്പെട്ടാൽ ഈ പ്രക്രിയ നിഷിദ്ധമല്ല. കൃഷ്ണബോധമുള്ളവരെങ്കിലും പൂച്ചകൾക്കും പൂച്ചകളും നായ്ക്കളും പോലെ കുട്ടികളെ ഉത്പാദിപ്പിക്കാറുണ്ട്. മക്കൾക്ക് ജനശേഷം കൃഷ്ണാബോധം ഒരിക്കത്തക്ക വിധത്തിലായിരിക്കണം അവരുടെ സംയോഗം. കൃഷ്ണാബോധത്തിൽ ഒഴുകിയ മാതാപിതാക്കന്മാരുടെ സന്താനങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടാകാം. ഈ വിഭജനം മനുഷ്യ സമൂഹത്തെ ജന്മാടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിഭജനം. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം സമൂഹത്തിൽ ശാന്തിയും ഐശ്വര്യവും നിലനിർത്തുകയത്രേ. മുമ്പ് പ്രസ്താവിച്ചവയാണ് ദൈവിക ഗുണങ്ങൾ. അവ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നടക്കത്തക്കവണ്ണം ആധ്യാത്മിക ജ്ഞാനത്തെ വളർത്തിയെടുക്കുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം സമൂഹത്തിലെ പല വിഭാഗങ്ങളുടെയും തലവൻ അഥവാ ആധ്യാത്മിക ഗുരുവാണ് സന്യാസി. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മറ്റു 3 വിഭാഗങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായി കരുതപ്പെടുന്നു. ബ്രാഹ്മണൻ ആധ്യാത്മിക ഗുരുവായി കരുതപ്പെടുന്നു. ബ്രാഹ്മണൻ സർവകൃഷ്ണ സന്യാസികളുടെ ബ്രാഹ്മണരുടെയും ആധ്യാത്മിക ഗുരുവാണ്. സന്യാസിക്ക് ആദ്യമായി ഉണ്ടാകേണ്ട ഗുണം നിർഭയതയാണ്. അദ്ദേഹം ഏകനാണ്, നിരാശ്രയനാണ്. ആരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാതെ പരമപുരുഷോത്തമന്റെ കാരുണ്യത്തെ മാത്രം അയാൾ ആശ്രയിക്കണം. ബന്ധുക്കളെല്ലാം തിരിച്ചു പോയാൽ പിന്നെ ആരുടെ രക്ഷിക്കാൻ എന്ന സംശയിക്കുന്ന ഒരാൾ സന്യാസം സ്വീകരിച്ചുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മ സ്വരൂപിയായി തന്റെ ഹൃദയത്തിലുണ്ടെന്നും അദ്ദേഹം തന്റെ പ്രവൃത്തികൾക്ക്
സാക്ഷിയും ഉദ്ദേശങ്ങൾ അറിയുന്നവനുമാണെന്നും സന്യാസിക്ക് ദൃഢവിശ്വാസം ഉണ്ടാവണം. പരമാത്മരൂപിയായ ശ്രീകൃഷ്ണൻ തനിക്ക് സ്വയം വാഗ്ദാനം ചെയ്ത ഒരു ആത്മാവിനെ രക്ഷിക്കും. താൻ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. വനാന്തരങ്ങളിൽ കൊടും കൂരിരുട്ടിലും ശ്രീകൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടാവും, എന്നെ കൈവിടില്ല എന്ന് അയാൾക്ക് ബോധ്യമാവണം. ഈ ദൃഢവിശ്വാസമാണ് അഭയം എന്ന ഗുണം. സന്യാസിക്ക് ഇത് കൂടിയേ കഴിയും. അയാൾ സജീവത്തിൽ ശുദ്ധീകരിക്കണം. സന്യാസിക്ക് അനുസരിക്കേണ്ട നിബന്ധനകൾ പലതുമുണ്ട്. ഏറ്റവും പ്രധാനമായത് സ്ത്രീകളുമായി അടുത്ത ബന്ധം പാടില്ല എന്നത് തന്നെ. വിജന സ്ഥലത്ത് വെച്ച് സ്ത്രീയോട് സംസാരിക്കുന്നതിൽ നിന്ന് പോലും സന്യാസി വിലക്കപ്പെട്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു ഒരു ആദർശം സന്യാസിയായിരുന്നു. അദ്ദേഹം പുരിയിൽ താമസിക്കുന്ന കാലത്ത് ഭക്തകളായ സ്ത്രീകൾ അടുത്തു വന്ന് വന്ദിക്കുന്നത് പോലും വിലക്കിയിരുന്നു. അവർക്ക് ദൂരെ നിന്ന് പ്രണമിക്കുക മാത്രം ചെയ്യാം. സ്ത്രീ വർഗത്തോടുള്ള വിരോധമായി ഇതിനെ കണക്കാക്കിക്കൂടാ. സ്ത്രീകളുമായി അടുത്തിടപെടാൻ പാടില്ല എന്ന കർക്കശ നിയമനം സന്യാസി നിയമം ജീവിതത്തിലെ ഓരോ ആശ്രമത്തിലും അതാതിന് അനുഷ്ഠിതങ്ങളായ നിയമനിബന്ധനകൾ കർശനമായി അനുഷ്ഠിക്കേണ്ടതാണ്. മാതൃകാ സന്യാസിക്ക് സ്ത്രീ സംസർഗങ്ങൾ വിഷയഭോഗേച്ഛ നിറവേറ്റാനായുള്ള ധനാർജനവും വിലക്കപ്പെട്ടവയാണ്. ഒരു സന്യാസിയെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ നിന്നറിയാം സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം എത്ര കർശനമായ നിഷ്ഠ പുലർത്തി പോന്നുവെന്ന്. അത്യുദാഹരനായ ഒരു അവതാര പുരുഷനാണ് അദ്ദേഹം. അങ്ങേയറ്റം അധപ്പതിച്ചു പോയ ബദ്ധ ജീവാത്മാക്കളെയും അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. എന്നാലും സ്ത്രീ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസാശ്രമികൾക്ക് വിധിക്കപ്പെട്ട നിബന്ധനകളെ പിഴയ്ക്കാതെ അനുസരിച്ചിരുന്നു. തന്റെ സഹചാരികൾ ഒരാളായ ചോട്ടാ ഹരിദാസ് വിശ്വസ്തനായ മറ്റുള്ളവരോടൊപ്പം ചൈതന്യ മഹാപ്രഭുവുമായി ഇടപഴകിയിരുന്നു. എന്നാൽ ഒരു യുവതിയെ കാമാസക്തിയോടെ പോയതിനെ അയാളെ സ്വന്തം സഹചാരികളുടെ സംഘത്തിൽ നിന്നും അദ്ദേഹം ഉടനെ ബഹിഷ്കരിക്കുകയുണ്ടായി. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, സന്യാസിയായാലും അല്ലെങ്കിലും ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടി ആധ്യാത്മിക പ്രകൃതിയിലേക്ക് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉത്കണ്ഠയുള്ള ഒരാൾക്ക് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി സ്ത്രീകളുടെയോ ഭൗതിക വിഭവങ്ങളുടെയോ നേരത്തെ നോക്കുന്നത് പോലും ഇവയുടെ ഭോഗമല്ല, അവയെ ആർത്തിയോടെ നോക്കുന്നത് കൂടി നിഷിദ്ധമാണ്. അത്തരം വിലക്കപ്പെട്ട വാസനകളെ പുലർത്തുന്നതിനേക്കാൾ ആത്മഹത്യയായിരിക്കും അവർക്ക് നല്ലത്. ഇതാണ് വിശുദ്ധീകരണ പ്രക്രിയ. ഇനി ജ്ഞാനയോഗ വ്യവസ്ഥയെ പറ്റി പറയാം. ജ്ഞാനം വളർത്തിയെടുക്കലാണത്. ആത്മീയ പുരോഗതിക്കുള്ളതാണ് ശരിയായ ജീവിതം എന്നത് മറന്നുപോയ ഗൃഹസ്ഥന്മാർക്കും മറ്റും ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് സന്യാസിയുടെ ഉദ്ദേശം. ഒരു സന്യാസി തന്റെ ജീവസന്ധാരണത്തിനെ ഭിക്ഷ തേടി വീട് തോറും കയറിയിറങ്ങേണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് അയാൾ വെറും തുച്ഛക്കാരനാണെന്ന് അർത്ഥമാവുന്നില്ല. ആധ്യാത്മികാവസ്ഥയിലുള്ള മനുഷ്യന്റെ ഗുണങ്ങളിൽ ഒന്നാണ് വിനയം. ഈ ശരിയായ വിനയത്താലാണ് സന്യാസി വീട് തോറും സഞ്ചരിക്കുന്നത്. ഭിക്ഷയ്ക്കായല്ല, മറിച്ച് ഗൃഹസ്ഥന്മാരെ നേരിട്ട് കണ്ട് അവരെ കൃഷ്ണാവബോധന്മാരാക്കുന്നതിനാണ് ഈ സഞ്ചാരം. സന്യാസിയുടെ കടമയാണത്. അയാൾ യഥാർത്ഥ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ താൻ ആധ്യാത്മിക ഗുരുവിന്റെ അനുമതിയോടെ വിവേകത്തോടും യുക്തിയോടും കൂടി ശ്രീകൃഷ്ണാബോധം പ്രചരിപ്പിക്കണം. അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുകയും അരുത്. വേണ്ടുന്നത്ര അറിവ് നേടുന്നതിന് മുമ്പ് സന്യാസം കൈക്കൊണ്ടു എന്നിരിക്കലും അയാൾ വിശ്വാസിയുടെ ആത്മീയാചാര്യനിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുന്നതിൽ മുഴുകിയിരിക്കണം. നിർഭയത്വവും സത്വശുദ്ധിയും ജ്ഞാനവും സന്യാസിക്ക് കൂടിയേ തീരും. ദാനമാണ് മറ്റൊരു ഗുണം. ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ്. ഗൃഹത്തിൽ മാന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാൻ വേണ്ടുന്ന സമ്പത്ത് നേടുകയും അതിൽ പകുതി ലോക ആകമാനം കൃഷ്ണാബോധം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചെലവഴിക്കുകയും വേണം. ശ്രീകൃഷ്ണാബോധ പ്രചാരത്തിൽ ഏർപ്പെട്ട സംഘടനകൾക്ക് സമ്പത്ത് ദാനമായി നൽകണം. ദാനം അതറിയിക്കുന്നവർക്ക് കൊടുക്കണം. സത്വരജോ തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായ പലവിധ ദാനങ്ങളുണ്ട്. സത്വഗുണാധിഷ്ഠാനത്തിലുള്ള ദാനമാണ് ശ്രേഷ്ഠം. അതിനെ വൈദിക ഗ്രന്ഥങ്ങൾ വാഴ്ത്തുന്നു. രജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായ ദാനങ്ങളെ അവ അനുകൂലിക്കുന്നില്ല. പാഴ്ചെലവ് മാത്രമാണ് അങ്ങനെയുള്ള ദാനങ്ങൾ. ലോകത്തിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ മാത്രമായിരിക്കണം ദാനം. അതാണ് സ്വാത്വികമായ ദാനം. ധമം, ആത്മനിയന്ത്രണം. 4 ആശ്രമങ്ങൾക്കും പ്രസക്തമാണെങ്കിലും വിശിഷ്യ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ധമം എന്നുള്ള ആത്മനിയന്ത്രണം. ഭാര്യയെങ്കിലും ഗൃഹസ്ഥൻ തന്റെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായി കാമവൃത്തിക്കായി ഉപയോഗിച്ചുകൂടാ. ലൈംഗിക ജീവിതത്തിലും ഗൃഹസ്ഥന്മാർക്ക് നിയന്ത്രണങ്ങളുണ്ട്. സന്താന ലാഭത്തിന് മാത്രം ഉദ്ദേശിക്കപ്പെട്ടതാണവ. പുത്രലബ്ധിക്കായിട്ടല്ലാതെ ലൈംഗിക ജീവിതം നയിക്കാൻ പാടില്ല. ആധുനിക സമൂഹത്തിൽ പലരും കുട്ടികളുടെ ചുമതല ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാതെ ഗർഭനിരോധനമോ അതിലേറെ നീചങ്ങളായ നടപടികളോ ശീലിച്ചു വരുന്നു. ഇത് ആധ്യാത്മികമല്ല, ആസുരമായ പ്രവർത്തനങ്ങളാണ്. ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളും ഗൃഹസ്ഥനായാലും അല്ലെങ്കിലും ലൈംഗികാസക്തി നിയന്ത്രിക്കണം. ശ്രീകൃഷ്ണനെ സേവിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ലാതെ സന്താനങ്ങളെ ജനിപ്പിക്കുകയും അരുത്. ശ്രീകൃഷ്ണാബോധ നിഷ്ഠരായ മക്കളെ ജനിപ്പിക്കാനാവുമെങ്കിൽ 100 മക്കൾക്ക് ജന്മം കൊടുത്താലും അതിന് തെറ്റില്ല. ആ കഴിവില്ലാത്തവർ വ്യർത്ഥമായ ഭോഗസുഖം കൊതിച്ചുകൂടാ. ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് യജ്ഞം. ഇതിന് ധാരാളം പണച്ചെലവുണ്ടെന്നതാണ് കാരണം.
മറ്റു 3 ആശ്രമങ്ങളിലും ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, സമ്പത്ത് സമാഹരിക്കപ്പെടുന്നില്ല. മറ്റു ആശ്രമങ്ങളിൽ ഭിക്ഷ കൊണ്ടാണ് കാലയാപനം. അതുകൊണ്ട് പലവിധ യജ്ഞങ്ങൾ ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വേദോക്തങ്ങളായ അഗ്നിഹോത്രാദികളെ അവർ വിധിപ്രകാരം നിറവേറ്റണം. പക്ഷേ ഇക്കാലത്ത് അത്തരം യജ്ഞങ്ങൾക്ക് പണച്ചെലവ് വളരെ കൂടുതലാകിയാൽ ആർക്കും അവ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഈ യുഗത്തിൽ നിർവഹിക്കാവുന്ന ഉത്തമ യജ്ഞം സങ്കീർത്തന യജ്ഞമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉരുളുക മാത്രം ചെയ്യേണ്ടുന്ന ആ യജ്ഞം ഒട്ടും പണച്ചെലവ് വേണ്ടാത്തതും അത്യുത്കൃഷ്ടവുമാണ്. ധാനം, ധമം, യജ്ഞം എന്നീ 3 കർമ്മങ്ങളും വിശേഷാൽ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരികൾ ഹരേ കൃഷ്ണ പ്രഭു. വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ടുന്നതാണ് സ്വാധ്യായം, അതായത് വേദപഠനം. ബ്രഹ്മചാരിക്ക് സ്ത്രീ സമ്പർക്കം പാടില്ല. ബ്രഹ്മചര്യ ജീവിതം നയിക്കണം. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായി അവർ സശ്രദ്ധം വൈദിക സാഹിത്യം പഠിക്കണം. ഇതിനെ സ്വാധ്യായം എന്ന് പറയുന്നു. ഗാർഹസ്ഥ്യത്തിന് ശേഷമുള്ള വിശ്രമ ജീവിതത്തിൽ തപസ്സാണ് നിർദ്ദിഷ്ടമായിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ ഗാർഹസ്ഥ്യത്തിൽ കഴിച്ചുകൂട്ടാൻ പാടില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ നിന്ന് പിന്മാറണം. 100 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് 25 കൊല്ലം ബ്രഹ്മചര്യത്തിനും 25 ഗാർഹസ്ഥ്യത്തിനും 25 വാനപ്രസ്ഥത്തിനും 25 സന്യാസത്തിനും നീക്കിവെക്കാം. ഇതാണ് വൈദിക മതാനുശാസനം. ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ച ഒരാൾ ശരീര മനസ്സുകളെയും നാവിനെയും കർശനമായി നിയന്ത്രിക്കണം. ഇതാണ് തപസ്യ. വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയുടെ ലക്ഷ്യം തന്നെ തപസ്യയാണ്. അതില്ലാതെ ഏതൊരാൾക്കും മുക്തി ലഭിക്കില്ല. ജീവിതത്തിൽ തപസ്സിന്റെ ആവശ്യമില്ലെന്നും ഊഹാപോഹത്തിലൂടെ നാൾ കഴിച്ചാൽ എല്ലാം നന്നായി വരുമെന്നുമുള്ള സിദ്ധാന്തത്തെ വൈദിക സാഹിത്യമോ ഭഗവത്ഗീതയോ പിന്താങ്ങുന്നില്ല. തങ്ങൾക്ക് കൂടുതൽ അനുയായികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചവസ്തുക്കളായ ആത്മീയവാദികൾ പടച്ചുവിടുന്ന പ്രഹസനങ്ങളാണ് അത്തരം നിഗമനങ്ങൾ. നിയമങ്ങളും നിബന്ധനകളും കർക്കശങ്ങളെങ്കിൽ സാധാരണ ജനങ്ങളെ ആകർഷിക്കാനാവില്ല. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ പുറം കാഴ്ചയ്ക്ക് മാത്രം ധാരാളം അനുയായികൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിലാകട്ടെ ശിഷ്യരുടെ ജീവിതത്തിലാകട്ടെ നിഷ്കർഷ നിബന്ധനകൾ ചുമത്താറില്ല. എന്നാൽ വേദസമ്മതമായുള്ളതല്ല ഈ രീതി. ഇനി ബ്രാഹ്മണോചിതമായ ആർജവത്തെപ്പറ്റി ചിന്തിക്കാം. ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും എല്ലാവരും അനുസരിക്കേണ്ടതാണിത്. ലളിത സ്വഭാവിയും സത്യസന്ധനുമാകണം. ഏത് ജീവന്റെയും പുരോഗതിയെ തടയാതിരിക്കുകയാണ് അഹിംസ. ശരീരം നശിപ്പിച്ചാലും ആത്മാവ് നിലനിൽക്കുന്നത് കൊണ്ട് ഭോഗസുഖങ്ങൾക്കായി ജന്തുക്കളെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് കരുതേണ്ട. ധാന്യങ്ങളും ഫലങ്ങളും പാലും ധാരാളമുണ്ടായിട്ടും ഇന്ന് മനുഷ്യർ മൃഗങ്ങളെ കൊന്ന് മാംസം ഭക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. ജന്തുഹിംസയുടെ ആവശ്യമില്ല തന്നെ. ഏവരും അഹിംസ പാലിക്കേണ്ടതാണ്. മറ്റൊരു ഉപായവുമില്ലെന്ന ഘട്ടത്തിൽ മാത്രം ജന്തുഹിംസ ചെയ്തു പോയെന്നു വരാം. എന്നാൽ അത് യജ്ഞത്തിന് നിവേദിക്കുകയും വേണം. ഏതായാലും മനുഷ്യവർഗത്തിന് വേണ്ടുന്നത്ര ആഹാര സാധനങ്ങൾ വേറെയുണ്ടെന്നിരിക്കെ ആത്മസാക്ഷാത്കാരത്തിൽ താല്പര്യമുള്ളവരാരും ജന്തുക്കളെ ദ്രോഹിക്കരുത്. ജീവിത പുരോഗതിയെ തടസ്സപ്പെടുത്താതിരിക്കലാണ് യഥാർത്ഥത്തിൽ അഹിംസ. മൃഗങ്ങളും ഒരു ജന്തുവിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് ദേഹാന്തരപ്രാപ്തി നേടുന്നു. ഒരു ജീവി വധിക്കപ്പെട്ടാൽ അതിന്റെ പുരോഗതിക്ക് തടസ്സം നേരിടുന്നു. ഒരു ശരീരത്തിൽ കുറെ കൊല്ലങ്ങളോ ദിവസങ്ങളോ ജീവിച്ച ശേഷം ഒരു ജീവി കൊല്ലപ്പെട്ടാൽ ആ ജീവന് മറ്റൊരുവിധം ജീവഗണത്തിൽ പിറവിയെടുക്കുന്നതിന് മുമ്പ് അതേ ഗണത്തിൽ തന്നെ വീണ്ടും ജനിച്ച് മുമ്പ് വിധിച്ചിട്ടുള്ളത്ര ദിവസങ്ങൾ മുഴുമിക്കേണ്ടി വരും. ഈ നിലയ്ക്ക് മനുഷ്യന്റെ രസനാപ്രീതിക്കായി മാത്രം അവയുടെ പുരോഗതി തടയാൻ പാടില്ല തന്നെ. ഇതാണ് അഹിംസ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് കാട്ടാതിരിക്കലാണ് സത്യം. വൈദിക ഗ്രന്ഥങ്ങളിൽ അതിഗഹനങ്ങളായ ചില ഭാഗങ്ങളുണ്ട്. അവയുടെ അർത്ഥവും ഉദ്ദേശവും വിശ്വാസിനായ ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. വേദജ്ഞാനത്തിനുള്ള വിഹിത മാർഗം ഇതാണ്. ശ്രുതി എന്നാൽ പ്രാമാണികരിൽ നിന്ന് കേൾക്കുക എന്നാണ് അർത്ഥം. തനിക്കിഷ്ടപ്പെട്ട വിധം ഒരു വ്യാഖ്യാനം കെട്ടിച്ചമയ്ക്കരുത്. ഭഗവത്ഗീത
പല ഭാഷ്യകാരന്മാരും തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓരോ വാക്കിന്റെയും യഥാർത്ഥമായ ഉദ്ദേശം ചൂണ്ടിക്കാട്ടുകയാണ് ആവശ്യം. അത് വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് പഠിക്കുകയും വേണം. അക്രോധം എന്നത് കോപത്തെ നിയന്ത്രിക്കലാണ്. ക്രോധത്തിന് തക്കതായ കാരണമുണ്ടായാലും ക്ഷമാശീലം പുലർത്തണം. ക്രോധാവേശം ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ഈ വികാരം രജോ ഗുണത്തിന്റെയും കാമത്തിന്റെയും ഉൽപ്പന്നമാകിയാൽ അതീന്ദ്രിയാവസ്ഥയിലെത്തിയവർ അതിനെ നിയന്ത്രിച്ചേ തീരൂ. മറ്റുള്ളവരിൽ അനാവശ്യമായി തെറ്റ് കാണുകയും അവരെ ആവശ്യമില്ലാതെ തിരുത്തുകയും ചെയ്യുന്ന പതിവ് ഉപേക്ഷിക്കലത്രേ അപൈശ്വരം. ഒരു കള്ളനാണെന്ന് വിളിക്കുന്നത് കുറ്റാരോപണമല്ല. പക്ഷെ സത്യസന്ധനായ ഒരാളെ കള്ളനെന്ന് ആക്ഷേപിക്കുന്നത് ആധ്യാത്മികമായി പുരോഗമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറ്റകരം തന്നെ. അത്യന്തം വിനയത്തെയും നീചകർമ്മങ്ങളിൽ വിരക്തിയെയുമാണ് ക്രീ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അജാബലം അഥവാ ദൃഢനിശ്ചയം തന്റെ പ്രയത്നങ്ങളെപ്പറ്റി ക്ഷോഭിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാതിരിക്കലാണ്. ചില ഉദ്യമങ്ങളിൽ പരാജയം നേരിട്ടേക്കാം. അതിനെ ചൊല്ലി ദുഃഖിക്കരുത്. ക്ഷമയോടും സ്ഥിരനിശ്ചയത്തോടും കൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. തേജസ് ക്ഷത്രിയോചിതമത്രേ. ക്ഷത്രിയർ ദുർബലർക്ക് രക്ഷ നൽകാൻ സാധിക്കത്തക്കവണ്ണം ബലം തികഞ്ഞവരാകണം. അവർ അഹിംസാവ്രതരെന്ന് നടിക്കരുത്. അക്രമം ആവശ്യമായി വന്നാൽ അവർ മടിച്ചു നിൽക്കാൻ പാടില്ല. എന്നാൽ ശത്രുവിനെ അടിച്ചമർത്താൻ കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കരുണയോടെ മാപ്പ് കൊടുക്കാം. കൊച്ചുപിഴകളെ അയാൾക്ക് ക്ഷമിക്കാം. വിശുദ്ധിയാണ് ശൗചം. ശരീരത്തിലും മനസ്സിലും മാത്രമല്ല, പെരുമാറ്റത്തിലും ശൗചം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും വ്യാപാരികളായ വൈശ്യർക്ക് ബാധകമാണിത്. അവർ കരിഞ്ചന്ത ഉപേക്ഷിക്കണം. നാദിമാന്യത എന്നാൽ മറ്റുള്ളവരുടെ ബഹുമാനം കാക്ഷിക്കാതെ എന്നർത്ഥം. ശൂദ്രൻ എന്ന് വിളിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിന് വിശേഷാൽ ബാധകമാണ് ഈ ഗുണം. വേദശാസ്ത്രപ്രകാരം ഒടുവിലേതത്തിൽപ്പെട്ട ഇവർക്ക് തങ്ങൾ മാനിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. അവർ അനാവശ്യമായി മാന്യത ഭാവിക്കാതെ സ്വന്തം നില പുലർത്തണം. സാമൂഹ്യസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി 3 ഉപരിവർഗങ്ങളെയും ആദരിക്കുക എന്നതാണ് ശൂദ്രരുടെ കടമ. മുകളിൽ പറഞ്ഞ 26 ഗുണങ്ങളും ആധ്യാത്മികങ്ങൾ തന്നെ. സാമൂഹ്യമായും തൊഴിൽപരമായുമുള്ള വ്യത്യസ്തതകൾക്ക് അനുയോജ്യമായ വിധം ഇവയെ വളർത്തിയെടുക്കേണ്ടതാണ്. ഭൗതിക പരിതസ്ഥിതികൾ ശോചനീയങ്ങളാണെങ്കിൽ പോലും ജനവിഭാഗങ്ങളെല്ലാം ഈ ഗുണവിശേഷങ്ങളെ പ്രായോഗികമായി വളർത്തിപ്പോന്നാൽ അവർക്ക് ക്രമേണ ആത്മസാക്ഷാത്കാരത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരാം. ഹരികൃഷ്ണ പ്രഭു.
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Hare Hare. Sudha.
മോശമായ ഭാവത്തോടുകൂടി വീക്ഷിച്ചു. അതിന്റെ അഭാവം അവബോധിക്കുന്നു. അതേ സ്ഥാനത്ത് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് അവബോധത്തോടുകൂടിയാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ നോക്കിയാൽ അത് കേൾക്കൊണ്ടിരുന്ന കാര്യങ്ങൾ തെളിവില്ല. നമ്മൾ കേൾക്കണം, കേൾക്കണം. അങ്ങനെ ആ ചരിത്രത്തോടുകൂടി എങ്ങനെ സന്യാസിമാരെ സംശയിച്ചുണ്ടാക്കണം എന്നെ പറ്റി പറഞ്ഞു. പിന്നെ ഞാൻ യോഗവ്യവസ്ഥയെ പറ്റി ആത്മീയയോഗത്തിന്റെ ഞാൻ പറഞ്ഞു കൊടുത്താണ്. പ്രത്യേകിച്ച് സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു കൊടുക്കാവുന്ന സന്യാസിമാരുടെ പ്രായം സ്വാമി ജ്ഞാനികൾ ഓരോ പേജ് ചെയ്യുമ്പോൾ പശുപാലകർക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അവിടെ പോകുന്ന വിഷയാതിനുള്ള ഭാവങ്ങൾ പോകുന്നു. പക്ഷെ അവിടെ പോകുന്നത് ഉദ്ദേശിക്കുന്നതാണ്. സംസ്കൃതി പിന്നെ മൂന്നാം രസമാണ് ദാനം, ദമം ആൻഡ് സന്യാസി, ഗൃഹസ്ഥ, ബ്രഹ്മചാരി ആൻഡ് വാനപ്രസ്ഥം. അതുകൊണ്ട് ശരിയായ രീതിയിൽ ദാനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ദാനം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ദാനം ചെയ്യാം. ആവശ്യമുണ്ട്. സംഭവിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും കുറച്ച് അധികമായി കിടക്കും. അവിടെ നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ നിയന്ത്രണം ക്ഷാമോദമുള്ള കുട്ടികൾ ഉത്പാദിപ്പിക്കാൻ മാത്രം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ രോഗമില്ല. യജ്ഞം ചെയ്യണം, വീണ്ടും പോകണം, ഗസമാക്കളും അതുകൊണ്ട് അവർ യജ്ഞം ചെയ്യണം. യജ്ഞമാണ് പ്രസംഗിക്കുന്ന യജ്ഞമാണ്. ചില പോലെ ആദ്യത്തെ 3 സന്യാസിമാരെ, പിന്നത്തെ 3 ഗൃഹസ്ഥരെ, പിന്നെ ഒരെണ്ണം സ്വാധ്യായ ബ്രഹ്മചാരി ഗുരുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ അവരെ പഠിക്കാൻ, വേദങ്ങൾ പഠിക്കാൻ, മനസ്സിൽ പഠിക്കണം. അപ്പോൾ അതിന് സ്വാധ്യായ ആവശ്യമുണ്ട്. വേദങ്ങൾ പ്രധാനപ്പെട്ടാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. പുരുഷന്റെ സ്വരൂപം കാണാനായിട്ട് വേദങ്ങൾ ആവശ്യമാണ്. അതൊന്ന് സ്വാധ്യായം വേദങ്ങൾ പഠിക്കാം. ഒരു പരമ്പരയിൽ ആചാര്യന്റെ കീഴിലെ പാടുന്നു. സ്വാധ്യായം പഠിക്കാൻ വേദങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് പറയുന്നതൊന്നും പഠിക്കാൻ പഠിക്കുന്നില്ല. സ്പിരിച്വൽ മാസ്റ്റർ, സ്പിരിച്വൽ മാസ്റ്റർ. തപ എന്നുള്ളത് വാനപ്രസ്ഥമാണ്. കുറച്ച് ലൈസൻസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് അവബോധം കുറച്ച് മോശമാണ്. അപ്പൊ അതിനെ കളയാനായിട്ട്, അതിന്റെ എല്ലാ വീഴ്ചകളും കുറച്ച് മാറ്റാനായിട്ട് കഠിനമായ ശരിയാൻ പാടില്ല. പഴയ വാസനകളായ കാമാധിഷ്ഠമായ കർമ്മങ്ങൾ ചെയ്താൽ വാസനകൾ, അതിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ തുറച്ചു മാറ്റണമെങ്കിൽ കഠിനമായ തപയജ്ഞം ആവശ്യമാണ്. അതുകൊണ്ട് കഠിനമായ
ഭക്തിമാർഗത്തിലേക്കുള്ള പുരോഗതി.
വ്യക്തിപരമായ തിരുത്തം ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരിക്കും ഇന്ത്യയുടെ തിരുത്തം അങ്ങനെ അത് ചെയ്യരുത്. തിരുത്താൻ അവസരം ചെറിയ തിരുത്തണം, പക്ഷെ അനാവശ്യമായിട്ട് തിരുത്താം. തന്റെ ആ superiority, മേധാവിത്വം കാണിക്കാനായിട്ട് മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കും. അനാവശ്യമായിട്ട് തിരുത്തിയപ്പോൾ ശാസ്ത്രവിരുദ്ധമായിട്ടും ഗുരുവിരുദ്ധമായിട്ടാണ് കാര്യം ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം. ഭക്ഷണത്തിൽ കൂടുതൽ കഴിച്ചാലെ കുറിച്ച് പറയുന്നല്ലോ ആവശ്യമില്ല. വളരെ വ്യത്യാസം പ്രിയപ്പെട്ട ആൾക്കാരുടെ പാടില്ല ഉണ്ടാവുന്ന വിഷമം
जय हरे श्याम. Thank you, Prabhuji. Hare Krishna.